നമസ്കാരം, കേരള ന്യൂസിന്റെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സ്കൂളുകളിലെ ആർത്തവ ശുചിത്വവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിഷയങ്ങൾ കൃത്യമായി വ്യക്തമാക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി. ആർത്തവ ശുചിത്വ നയവുമായി ബന്ധപ്പെട്ട യൂണിയൻ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കുകളിൽ തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഡോക്ടർ ജയ താക്കൂർ തയ്യാറാക്കിയ പെറ്റീഷനിലാണ് കേന്ദ്രത്തോട് വിശദീകരണം തേടിയത്. ദേശീയ ദിവ്യാംഗൻ ധനകാര്യ വികസന കോർപ്പറേഷൻ മേള ഡിസംബർ 12 മുതൽ 22 വരെ ഡൽഹിയിലെ കർത്തവ്യ പത്തിൽ വെച്ച് നടക്കും. കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷനിൽ നിന്ന് വായ്പ എടുത്ത ഗുണഭോക്താക്കൾക്ക് അവർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനും അവസരമുണ്ടാകും. അപേക്ഷ ഫോറവും മറ്റ് വിശദ വിവരങ്ങൾക്കും www.hpwc.kerala.government.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. നോവ എന്ന ബഹുഭാഷ AI ടീച്ചറിനെ സ്കൂളിന്റെ ഭാഗമാക്കി പുനലൂർ ഗവൺമെന്റ് LP സ്കൂൾ. ശിശുദിനത്തിൽ അധ്യാപനം തുടങ്ങിയ AI ടീച്ചറിനോട് 4 ഭാഷകളിൽ കുട്ടികൾക്ക് സംവദിക്കാൻ സാധിക്കും. ടീച്ചർ നൽകുന്ന മറുപടികൾ പ്രൊജക്ടറിലോ ഡിസ്പ്ലേയിലോ കാണാനും സൗകര്യമുണ്ട്. പുനലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ AI വിദ്യാഭ്യാസ സ്ഥാപനമായ സ്കിൽ ഭാരത് എഡ്യൂക്കേഷന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ഇത് പൂർത്തിയാക്കിയത്. $10 മില്യൺ വിലമതിക്കുന്ന പുരാവസ്തുക്കൾ ഇന്ത്യക്ക് തിരികെ നൽകി അമേരിക്ക. 1980-ൽ മധ്യപ്രദേശിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് കൊള്ളയടിച്ച മണലിൽ തീർത്ത നർത്തകിയുടെ ശില്പം, രാജസ്ഥാനിലെ തനേസര മഹാദേവ ഗ്രാമത്തിൽ നിന്ന് കൊള്ളയടിച്ച പച്ച ചാരനിറത്തിലുള്ള കല്ലിൽ കൊത്തിയെടുത്ത ദേവി ശില്പം എന്നിവ ഇവയിൽ ഉൾപ്പെടും. ആരോഗ്യം ഉറപ്പാക്കാൻ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് ദേശീയ സാമ്പിൾ സർവേ ഓഫീസിന്റെ റിപ്പോർട്ട്. സർക്കാർ സംവിധാനങ്ങളില്ലാതെ സ്വയം പണം മുടക്കി ചികിത്സ തേടുന്നതിലും കേരളമാണ് മുൻപിൽ. കിടത്തി ചികിത്സയ്ക്കായി ഗ്രാമീണ മേഖലയിലെ കുടുംബം ഒരു വർഷം ശരാശരി 10,929 രൂപയും നഗരമേഖലയിൽ 13,140 രൂപയും ചിലവാക്കുന്നതായും സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ വർഷത്തെ ഏറ്റവും വലിയ ബോക്സിംഗ് പോരാട്ടം എന്ന് വിശേഷിക്കപ്പെട്ട മത്സരത്തിൽ ഇതിഹാസ താരം മൈക്ക് ടൈസനെ പരാജയപ്പെടുത്തി ജേക്ക് പോളിന് ജയം. 58-കാരനായ ടൈസനെ ഇഞ്ചോടിഞ്ച് പൊരുതിയെങ്കിലും 73-79 എന്ന സ്കോറിന് പരാജയപ്പെടുകയായിരുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.